അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ വായനാക്കളരി. വായനാ വെളിച്ചം 9ാം ഘട്ടത്തിന് തുടക്കമായി. കുട്ടികൾ ഹൊസ്ദുർഗ് കൈറ്റ് ബീച്ചിൽ അറബിക്കടലോര കാഴ്ചകളും കടലോരത്തെ വിനോദങ്ങളും ആസ്വദിച്ചതിനൊപ്പം കടലിന്റെ ചരിത്രവും യാത്രയും പരിചയപ്പെട്ടു. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായനാക്കളരി വായനാ വെളിച്ചം 9ാം ഘട്ടം നടന്നു. കടൽക്കാറ്റ് വിനോദ വിജ്ഞാന യാത്ര സംഘടിപ്പിച്ചു. ഹൊസ്ദുർഗ് കൈറ്റ് ബീച്ചിൽ അറബി കടലോര കാഴ്ചകളും കടലോരത്തെ വിനോദങ്ങളും ആസ്വദിച്ചതിനോടൊപ്പം കടലിന്റെ ചരിത്രവും യാത്രയും പരിചയപ്പെട്ടു. കുട്ടികൾ തയ്യാറാക്കിയ കയ്യെഴുത്ത് മാസികയും വായിച്ചു. ആടിയും പാടിയും കഥകൾ പറഞ്ഞും പരിപാടികൾ അവതരിപ്പിച്ചും വായനാക്കളരി വായനാ വെളിച്ചം ശ്രദ്ധേയമായി. പ്രകൃതി സ്നേഹത്തിന്റെ വലിയ പാഠങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തത് കുട്ടികളിൽ നവ്യാനുഭവം പകർന്നു. അഡ്വക്കേറ്റ് പി അപ്പുകുട്ടനും പി കുഞ്ഞമ്പു നായരും AK ആൽബർട്ട്, C ശശിധരൻ, വായനാ വെളിച്ചം കൺവീനർ V ഉഷ, ലൈബ്രറിയന്മാരായ A സുനിത, KV പുഷ്പ എന്നിവർ നേതൃത്വം നൽകി. അമ്മയപ്പ് കാണുമ്പോൾ മനസ്സിലാവില്ലേ, പടിഞ്ഞാറ് ഭാഗം കടലുണ്ട്, കിഴക്ക് ഭാഗം കടലുണ്ട്, തെക്ക് ഭാഗവും കടലുണ്ട്. ഇല്ലാത്തത് ഏത് ഭാഗം? കടലില്ലാത്തത് ഏത് ഭാഗം? ഒരു ഭാഗം ഇനി ബാക്കിയുള്ളൂ. 3 ഭാഗം കടലുണ്ട്. ഇല്ലാത്തത് ഏതാ? വടക്ക് ഭാഗമാണ്. വടക്ക് ഭാഗത്ത് ഹിമാലയവും പർവ്വതനിരകളും ഒക്കെ ആയിട്ട്. കുട്ടികളുടെ രക്ഷിതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വായനാ വെളിച്ചത്തിന്റെ സമാപന പരിപാടി കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം MLA ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്യും.